ടാസ്ക് എന്താണെന്നല്ലേ? ബിഗ് ബോസിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഈ 40 കോമണർ കണ്ടസ്റ്റന്റിനെയും ഒരു ടർഫ് ബിഗ് ബോസ് മലയാളം സീസൺ 8 തീ പാറുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആദ്യത്തെ ടാസ്ക് എന്താണ് ഈ 40 പേർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ 40 പേരും കോമണറാണ്. ഈ കോമണറിൽ നിന്ന് 20 പേരെ സെലക്ട് ചെയ്യുകയും 20 പേരെ സ്പോട്ടിൽ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അവർ ഓൺ ഹോൾഡ് വെക്കും. പിന്നെ എന്തെങ്കിലും ഒരു അവസരത്തിൽ ആവശ്യം വന്നാൽ മാത്രം അവരിൽ നിന്ന് വീണ്ടും ഗെയിം കളിച്ച് അതിൽ വിന്നറാവുന്നവരെ സെലക്ട് ചെയ്യും. കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? സിമ്പിളായിട്ട് ഞാൻ പറയാം. 40 കോമണറെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന് മുന്നിലുള്ള അഗ്നി പരീക്ഷ ടാസ്കിലേക്ക്. അതിൽ നിന്ന് ആദ്യത്തെ ടാസ്ക് അവർക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം 50% ആളുകളെ എലിമിനേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 40-ൽ 20 പേരെ മാത്രം സെലക്ട് ചെയ്യും. ബാക്കിയുള്ള 20 പേരെ ഓൺ ഹോൾഡ് ചെയ്യും. ഇനി ടാസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് അവതാരികയായിട്ട് വരുന്നത് റിനീഷയാണ്. 3 ജഡ്ജസ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, അഖിൽ മാരാര്, റിയ സലീം, രഞ്ജിനി ഹരിദാസ്. ടാസ്ക് എന്താണെന്നല്ലേ? ബിഗ് ബോസിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഈ 40 കോമണർ കണ്ടസ്റ്റന്റിനെയും ഒരു ടർഫ് പോലുള്ള ഒരു സ്ഥലത്ത്, ചുറ്റും കമ്പിവേലികളുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവിടെ ആ കമ്പിവേലികളിലെല്ലാം 40 ലോക്കുകൾ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ അതിനടുത്ത് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വിസിലടിച്ചു കഴിയുമ്പോൾ ഓടിച്ചെന്ന് ഈ ബിഗ് ബോസിന്റെ ടാഗോട് കൂടിയിട്ടുള്ള കീ സെലക്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോക്ക് എടുത്ത് തുറക്കണം. അങ്ങനെ 20 പേര് തുറക്കുമ്പോൾ ഈ ടാസ്ക് അവസാനിക്കും. ആദ്യത്തെ 20 പേര് സെലക്ട് ചെയ്യപ്പെടുകയും അതിനുശേഷമുള്ള താക്കോൽ മാത്രം എടുത്തിട്ട് കാര്യമില്ല, താക്കോൽ ഉപയോഗിച്ചിട്ട് ആ ലോക്ക് തുറക്കണം. ഈ 40 പേരെയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഫേസ് എല്ലാം കുറച്ച് ബ്ലറാക്കിയിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് കീ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മാച്ചിങ് ആയിട്ടുള്ള ലോക്ക് തുറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. 20 പേരെയാണ് ആദ്യത്തെ റൗണ്ടിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവരെ അകത്തേക്ക് കയറ്റിവിടുന്നു അടുത്ത ടാസ്കിനായിട്ട്. ബാക്കിയുള്ള 20 പേരോട് റിനീഷ പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. നിങ്ങൾ സെലക്ട് ആവുകയോ അല്ലെങ്കിൽ അടുത്തൊരു ഫേസ് അല്ലെങ്കിൽ അടുത്തൊരു ഗെയിം നിങ്ങൾക്ക് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ ഓൺ ഹോൾഡാണ്, സത്യമായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊമോ നിൽക്കുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരു കോമണർക്കായിരിക്കും വിജയ കിരീടം കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോമണർ ഉണ്ടാകുന്ന ഒരു സീസൺ കൂടിയായിരിക്കും ഇത്. എന്തായാലും രസകരമായിട്ടുള്ള ഒരു ടാസ്കോട് കൂടിയാണ് അഗ്നി പരീക്ഷ സ്റ്റാർട്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടാസ്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.